കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും അവസാനിപ്പിച്ചതായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, വേണ്ടി വന്നാൽ ഇത് വീണ്ടും ഇതേപോലെ പാകിസ്ഥാന് മേൽ ആക്രമണം നടത്താൻ ഇന്ത്യ മടിക്കില്ല എന്ന് ഇന്ത്യ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. ഇതിനുശേഷം പാകിസ്ഥാനിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധം ഭാവിയിൽ ഉണ്ടാവാൻ വീണ്ടും ഒരു സാധ്യത നിലനിൽക്കില്ലേ എന്നുള്ളതാണ് അതിൽ പ്രധാനം. അമേരിക്കയിൽ നിന്ന് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 2026-ൽ ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അത് പറയുന്നത്. ആദ്യം ആ റിപ്പോർട്ട് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. ദ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് എന്ന് പറയുന്ന ഒരു റിസർച്ച് സ്ഥാപനം, അല്ലെങ്കിൽ അമേരിക്കയിലെ ഒരു തിങ്ക് ടാങ്ക് എന്ന് പറയാവുന്ന ഒരു സ്ഥാപനം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ സാധ്യത നിലനിൽക്കുകയാണ് 2026-ൽ ഒരു യുദ്ധം ഉണ്ടാവാനായിട്ട്. ഇതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലും യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സമീപകാലത്തായിട്ട് ഇന്ത്യയും അതുപോലെ പാകിസ്ഥാനും ആയുധങ്ങൾ കൂടുതൽ നിർമ്മിക്കാനും വാങ്ങാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ തയ്യാറെടുപ്പുകൾ ഉള്ളതായി കാണുന്നു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ഡ്യൂറൻ ലൈനിൽ നടക്കുന്ന ഇഷ്യൂസ്, 2600 കിലോമീറ്ററോളം വരുന്ന അതിർത്തിയിൽ താലിബാനും പാകിസ്ഥാൻ സൈന്യവും തമ്മിൽ നിരന്തരമായി സംഘർഷങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ടിൽ പ്രസിദ്ധീകരണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് ശരിയാണെന്നോ തെറ്റാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ വളരെ മോശമാണ് എന്നത് വസ്തുതയാണ്. യുദ്ധം ചിലപ്പോൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലും പലതവണ സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുന്നു. യുദ്ധ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ 2026-ൽ യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു സാധ്യതയും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഈ സാധ്യത ഉണ്ട് എന്ന് പറയുന്നതിന് ആവശ്യമായ കുറെ കാരണങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, പാകിസ്ഥാന്റെ ഭരണം പൂർണ്ണമായിട്ടും മിലിറ്ററി ഏറ്റെടുത്തതാണ് അതിൽ പ്രധാനം. ഇന്ന് പാകിസ്ഥാനിലെ മിലിറ്ററി ചീഫായിട്ടുള്ള അസിം മുനീറാണ് പാകിസ്ഥാന്റെ എല്ലാ കാര്യങ്ങളും, ഫോറിൻ പോളിസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇന്റേണൽ പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ വിഷയങ്ങളിലും അന്തിമ തീരുമാനം അസിം മുനീറിനോട് ആലോചിക്കാതെ ഇപ്പോൾ പാക് പ്രധാനമന്ത്രിക്ക് എടുക്കാൻ കഴിയില്ല. അത്രത്തോളം പട്ടാളം പാകിസ്ഥാന്റെ ഭരണത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. അപ്പൊ പട്ടാളം എപ്പോഴൊക്കെ ഇത്തരത്തിൽ ഭരണകൂടത്തിന് മേൽ, അതിന് മുകളിൽ പിടിമുറുക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ നമുക്കറിയാവുന്ന പോലെ കാർഗിൽ യുദ്ധം അതിൽ ഒടുവിലത്തെ ഒരു ഉദാഹരണമായിരുന്നു. അപ്പൊ ഇപ്പൊ അസിം മുനീർ, ഇപ്പൊ മുഷറഫിനെ പോലെ അസിം മുനീറും പാകിസ്ഥാനില് അധികാരം കൈയാളുകയാണ്. അയാള് ഒരു അട്ടിമറി നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യക്ഷത്തിൽ. തത്വത്തിൽ പാകിസ്ഥാന്റെ തീരുമാനങ്ങളെല്ലാം പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അല്ല, അസിം മുനീറാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു തയ്യാറെടുപ്പ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കാണാം. ഇനി പാകിസ്ഥാൻ എന്ന് പറയുന്നത്, നമ്മളെ വീട്ടിലേക്ക് മൂർഖൻ പാമ്പ് നമ്മളെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് വടിയെടുത്ത് നമ്മൾ നല്ല അടി കൊടുത്തു. ഈ അടി മാച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ മൂർഖൻ പാമ്പാണ് പാകിസ്ഥാൻ. എന്ന് വെച്ചാൽ നമ്മൾ കഥകളിൽ പറയുന്ന അനുസരിച്ച് അത് തിരിച്ചു വരും. റിയാലിറ്റി ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ, കഥകളുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ്. അപ്പൊ ഈ മൂർഖൻ പാമ്പ് തിരിച്ച് പ്രതികാരം ചെയ്യാൻ വരുമെന്ന് പറഞ്ഞ പോലെയാണ് പാകിസ്ഥാൻ. ചവിട്ടേറ്റ പാമ്പാണ്. അപ്പൊ ഇവർ ഇന്ത്യയിൽ നിന്ന് നല്ല അടി വാങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി അവരുടെ ഫോറിൻ മിനിസ്റ്റർ ആണെന്ന് തോന്നുന്നു സമ്മതിച്ചിട്ടുണ്ട്, 80ഓളം ഡ്രോൺ ആക്രമണങ്ങൾ അവരുടെ ഒരു വിമാനത്താവളത്തിന് മേൽ ഉണ്ടാവുകയും അത് സക്സസ് ആവുകയും ചെയ്തു. നൂർഖാൻ എയർബേസിലാണെന്ന് തോന്നുന്നു, അത് സക്സസ് ആവുകയും ചെയ്തു എന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അവർക്ക് വലിയ ആഘാതം ഏറ്റിട്ടുണ്ട്. പുറമേ പാകിസ്ഥാന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും മിലിറ്ററി ചീഫും ഒക്കെ നമ്മൾ ഇന്ത്യ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇന്ത്യ മറ്റേത് ചെയ്തു, മറിച്ച് ചെയ്തു, 10 വിമാനം വെടിവെച്ചിട്ടു, 25 ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം അവർക്കറിയാം എത്രത്തോളം നാശനഷ്ടം അവർക്ക് ഉണ്ടായി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് അമേരിക്കയോട് പോയി സാഷ്ടാംഗം പ്രണമിച്ച് ട്രംപിന്റെ കാലിപ്പോ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2026-ൽ ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പാകിസ്ഥാൻ തന്നെ ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ പുറമെ പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ മറച്ചു വയ്ക്കാൻ ഈ യുദ്ധം അവർക്ക് ആവശ്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞു കഴിഞ്ഞു, ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യത്തെ പോലെ ഇന്ന് പ്രവർത്തിക്കുകയാണ് അവിടെ. അതിന് പുറമെയാണ് ഖൈബർ പക്തൂൺഖ മേഖലയിൽ തഹ്രീക്ക് താലിബാന്റെ പ്രവർത്തനങ്ങൾ. അതും ഒരു സ്വതന്ത്ര രാജ്യത്തെ പോലെ പ്രവർത്തിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പാകിസ്ഥാനിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ഈ ദേശീയത ഉയർത്താനും ഏറ്റവും നല്ലത് ഇന്ത്യയെ ശത്രുവാക്കി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ ശത്രുവാക്കി നിർത്തിക്കൊണ്ട് യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നീക്കം നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇങ്ങനെ പാകിസ്ഥാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതോടെ പാകിസ്ഥാന്റെ ആപ്പീസ് പൂട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 2026-ൽ ഇന്ത്യയോടും അഫ്ഗാനിസ്ഥാനോടും യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം
വളരെ ചെറുതായി പോവുകയും പുതിയ രാജ്യങ്ങൾ ഉണ്ടാവുകയും ഒരുപക്ഷെ പാക് അധീന കാശ്മീർ പോലും അവർക്ക് എന്നേക്കുമായി നഷ്ടമാവുകയും അത് ഇന്ത്യ എന്ന അതിൻ്റെ യഥാർത്ഥ അവകാശിയിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേര് പലപ്പോഴും ഈ കമന്റുകളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനികൾ തന്നെ, അവര് നമ്മുടെയൊക്കെ ഇന്ത്യൻ ചാനലുകളിൽ വരുന്ന കമന്റ് ബോക്സിൽ വന്നിട്ട് പറയും, ഇപ്പോ ഇന്ത്യ ഭയങ്കരമായിട്ട് വിജയിച്ച് നിൽക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പിന്നെ എന്തിനാണ് പാകിസ്ഥാൻ സീസ് ഫയർ വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തത് എന്ന് പല പൊട്ടന്മാരായിട്ടുള്ള വിവരദോഷികളായിട്ടുള്ള പാകിസ്ഥാനികളും വന്ന് കമന്റ് ചെയ്യും. ഇന്ത്യക്കാരിലും ചില വിവരദോഷികൾക്ക് ആ സംശയമുണ്ട്, നമ്മൾ ജയിച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ വെടിനിർത്തലിന് തയ്യാറായി എന്നുള്ളത്. ഇവര് അറിയാത്തോണ്ടല്ല, മനഃപൂർവ്വം ചോദിക്കുന്നതാണ്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയത്ത് അത് നടപ്പിലാക്കിയതിനു ശേഷം വിളിച്ച പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ഇന്ത്യയുടെ ഒരു താല്പര്യമേ അല്ല. എക്കണോമിക്കലി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് വലിയ സാമ്പത്തികമായ തിരിച്ചടി ആ രാജ്യത്തിനുണ്ടാവും. ലോകത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ GDP ഗ്രോത്ത് കാണിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പം നമുക്ക് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു എര പോലും അല്ല, അത്രയും നമ്മൾ പവർഫുൾ ആണ്. ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. പക്ഷേ ഒരു യുദ്ധം ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലെ ഒരു പൊളിഞ്ഞ രാജ്യവുമായിട്ട് യുദ്ധം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ ആണവായുധമൊക്കെ ഉണ്ട്. അത് എങ്ങാനും അവർ പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മളും സഫർ ചെയ്യേണ്ടി വരും. യുദ്ധങ്ങൾ അങ്ങനെയാണ്. റഷ്യ എത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. റഷ്യക്ക് യുക്രൈന്റെ ഭാഗത്ത് നിന്ന് നല്ല ആക്രമണങ്ങൾ തിരിച്ചും കിട്ടുന്നുണ്ട്. അമേരിക്ക എത്ര വലിയ ശക്തിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അഫ്ഗാനിസ്ഥാനിൽ തോറ്റുപോയി, വിയറ്റ്നാം യുദ്ധത്തിൽ തോറ്റുപോയി, കൊറിയൻ യുദ്ധത്തിൽ തിരിച്ചടി ഉണ്ടായി. അപ്പോൾ എത്ര വലിയ ശക്തി എന്ന് പറഞ്ഞാലും യുദ്ധങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. അപ്പൊ നമ്മൾ 10 അടി അങ്ങോട്ട് കൊടുക്കുമ്പോൾ 2 എണ്ണം ഇങ്ങോട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് യുദ്ധങ്ങൾ കൊണ്ട് നമുക്കും നാശനഷ്ടം ഉണ്ടാവും. പ്രത്യേകിച്ച് വലിയ പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പൊ ഇന്ത്യ, എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു പൊതുവായ നിലപാട് യുദ്ധങ്ങളൊന്നും തന്നെ വേണ്ട എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദികളെ മാത്രം ലക്ഷ്യമിട്ട് നമ്മൾ നടത്തിയതാണ്. ലോകത്തിന് മുന്നിൽ കൃത്യമായി നമ്മൾ വാർത്താ സമ്മേളനം നടത്തിയത്, ബോധ്യപ്പെടുത്തിയതുമാണ്. പക്ഷെ പാകിസ്ഥാനാണ് നമ്മളെ യുദ്ധത്തിലേക്ക് വലിച്ചിടുന്നതും പിന്നീട് നമ്മൾ വീണ്ടും ഒരു ആക്രമണം പാകിസ്ഥാന് മേൽ നടത്താൻ നിർബന്ധിതരാകുകയാണ് ഉണ്ടായത്. അല്ലാതെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ആഗ്രഹിച്ചതായിരുന്നില്ല. അപ്പൊ ഇന്ത്യ തിരിച്ചടി കൊടുത്തു. മതിയായ തിരിച്ചടി കൊടുത്ത് നിർത്താൻ തന്നെ ആയിരുന്നിരിക്കണം ഇന്ത്യയുടെ തീരുമാനം. അല്ലാതെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. അപ്പോഴേക്കുമാണ് പാകിസ്ഥാനും വിളിച്ച് വെടിനിർത്തൽ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യ അതിന് സമ്മതിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിനല്ല ഓപ്പറേഷൻ സിന്ദൂറിൽ പോയത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ രീതിയിലല്ല നമ്മുടെ സൈന്യം ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ വളരെ കൃത്യമായി ഭീകരവാദികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആദ്യം ആക്രമണം നടത്തിയത്. അല്ലാതെ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളോ പോസ്റ്റുകളോ അവിടെ ഒന്നും നമ്മൾ ലക്ഷ്യമിട്ടിട്ടില്ല. അപ്പൊ അവരിങ്ങോട്ട് ആക്രമിച്ചപ്പോഴാണ് നമുക്ക് തിരിച്ചങ്ങോട്ട് ആക്രമിക്കേണ്ടി വന്നത്. അവരുടെ സൈന്യത്തെ ഒരു പാഠം പഠിപ്പിച്ച് നിർത്താനായിരുന്നു നമ്മുടെ തീരുമാനം. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷെ 2026 പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ചിലപ്പോൾ ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കാം എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പാകിസ്ഥാൻ അങ്ങനത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. അവരുടെ സൈന്യം അല്ലെങ്കിൽ ഭരണകൂടം പരാജയപ്പെടുന്ന സമയത്ത് ആ പരാജയത്തെ മറച്ചു വയ്ക്കാൻ ഇത്തരം തന്ത്രങ്ങൾ അവരെപ്പോഴും ഉപയോഗിക്കാറുണ്ട്. യുദ്ധം പോലുള്ള തന്ത്രങ്ങൾ. ഇതിലൂടെ കുറെ ഫണ്ട് അവർക്ക് ഉണ്ടാക്കാം മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന്. അവിടെ പട്ടാളക്കാർക്ക് കുറെ സമ്പത്ത് നേടാം. ഈ ഉദ്ദേശത്തോടു കൂടി അവർ ചെയ്യും. പക്ഷെ ഇത്തവണ ഈ 2026 പാകിസ്ഥാൻ അങ്ങനെ ഒരു ദുസ്സാഹസത്തിന് മുതിർന്നാൽ മുൻകാലങ്ങളിൽ സംഭവിച്ചതുപോലെ ആയിരിക്കില്ല സംഭവിക്കുക. കാരണം പലപ്പോഴും ഇന്ത്യൻ സൈന്യം കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ യുദ്ധത്തിന് ശേഷം ഉണ്ടാകുന്ന സമാധാന കരാർ, ആ കരാറിന്റെ മറവിൽ തിരിച്ചു കൊടുക്കുന്നതായിരുന്നു പതിവ്. പക്ഷെ ഇന്ത്യ ഇനിയുള്ള കാലത്ത് 1 ഇഞ്ച് ഭൂമി പോലും തിരിച്ചു കൊടുക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഇനി പാകിസ്ഥാൻ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ വലിയ വില തന്നെയായിരിക്കും അവർ കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.